തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷിപ്പുകൾ മുസ്ലിം ലോകം വലിയ ആദരവോടുകൂടിയാണ് ഇതിനെ കണ്ടിട്ടുള്ളത്. സ്വഹാബികളുടെ മാതൃകയും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും പൂർവിക അമ്പിയാക്കളുടെയും ദൂതന്മാരുടെയും തിരുശേഷിപ്പുകളെ വിശേഷിപ്പിച്ചതും അതിൻ്റെ മഹത്വം എടുത്തു പറഞ്ഞതും നബിയും സഹാബത്തും കൂടിയുള്ള ജീവിതത്തിൽ വളരെ കൂടുതലായി നമുക്ക് ദർശിക്കാനും സാധിച്ചിട്ടുണ്ട്. പുണ്യനബിയുടെ പുണ്യശരീരത്തിലെ ഭാഗങ്ങൾ സൂക്ഷിക്കുന്നതിലും ആ ശരീരത്തിൽ തൊട്ട വെള്ളം പറ്റിയെടുക്കുന്നതിലും സ്വഹാബത്തിൻ്റെ തിക്കും തിരക്കും കൂട്ടലും അതീവ ഉത്സാഹവും വളരെ മഹത്വവൽക്കരിച്ചുകൊണ്ട് ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്നും ലോകത്തത് വലിയ പ്രാധാന്യത്തോടു കൂടിയാണ് സൂക്ഷിക്കുന്നത്. ലോകത്തിന് മുഴുവനും അനുഗ്രഹത്തിൻ്റെ വഴിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിതരണം ചെയ്തിട്ടുള്ള പുണ്യകേശങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് സൂക്ഷിച്ച് പോരുന്നത്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഹസ്രത്ത് ബാൽ കശ്മീരിലെ ശ്രീനഗറിൽ, യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രൗഢിയുള്ള ഒരു കെട്ടിടത്തിൽ അതിമനോഹരമായ മാർബിൾ കുബ്ബയിൽ നിർമ്മിതമായ മഹാകെട്ടിടത്തിൽ വളരെ ആദരവോടുകൂടിയാണ് അതിനെ സൂക്ഷിക്കുന്നത്. മുഗൾ ചക്രവർത്തിമാർ ഇന്ത്യയിൽ സൂക്ഷിച്ചു പോന്ന ആ തിരുകേശം ഔറംഗസീബിൻ്റെ കാലത്താണ് ഏറ്റവും കൂടുതൽ സൂക്ഷ്മത ലഭിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി കശ്മീരിലേക്ക് കൊണ്ടുപോയത്. ഷേറെ കശ്മീർ ഷേഖ് അബ്ദുള്ള അതിന് ഏറ്റവും മനോഹരമായൊരു കെട്ടിടം പണിത് ഹസ്രത്ത് ബാൽ ദർഗാഹ് എന്ന പേരിൽ ദാൽ തടാകത്തിൻ്റെ തീരത്ത് ഇന്നും സംരക്ഷിച്ചു വരികയാണ്. വിശ്വവിഖ്യാതമായ ടോപ്പ് കാപ്പി പാലസ്, ഉസ്മാനി ഖിലാഫത്തിൻ്റെ ആസ്ഥാനമായ ഇസ്തംബൂളിലെ ടോപ്പ് കാപ്പി പാലസിലാണ് ഇന്ന് ലോകത്ത് അറിയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തിരുകേശത്തിൻ്റെയും മറ്റ് തിരുശേഷിപ്പുകളുടെയും ആസ്ഥാനമായിട്ട് ഉള്ളത്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ആയുധങ്ങളും വസ്ത്രവും മോതിരവും നിരവധി കേശങ്ങളും മറ്റ് സ്വഹാബത്തിൻ്റെയും പല മഹത്തുക്കളുടെയും തിരുശേഷിപ്പുകൾ ടോപ്പ് കാപ്പി പാലസിൽ ഉസ്മാനി ഖലീഫമാർ സംരക്ഷിച്ചത് ലോകത്തിന് തന്നെ എന്നും അനുഗ്രഹവും മാതൃകയുമായി അവശേഷിക്കുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം രാജാക്കന്മാർ വഴിയും സാദാത്തുക്കൾ വഴിയും ഉലമാക്കൾ വഴിയും എത്തിച്ചേർന്നിട്ടുള്ള തിരുകേശങ്ങൾ പല ഭാഗത്തും അത്യപൂർവമായ ഒരു മഹത്വത്തോടു കൂടിയാണ് അത് സംരക്ഷിക്കുന്നത്. അത് സൂക്ഷിച്ചു വെക്കുന്ന സ്ഥലങ്ങളും മുനാരങ്ങളും മസ്ജിദുകളും വളരെ ഭക്തിയോടുകൂടി കാണുകയും വർഷത്തിൽ ഒരിക്കൽ മാത്രം, ചിലയിടങ്ങളിൽ 2 തവണ മാത്രം അത് പ്രദർശനത്തിന് വയ്ക്കുകയും അന്ന് ലക്ഷക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി അതീവ ആവേശത്തോടും സന്തോഷത്തോടും ഭക്തിസാന്ദ്രമായ മജ്ലിസുകളിലാണ് അവർ അതിനെ സ്വീകരിക്കുന്നത്. തിരുനബി മഹാത്മ്യത്തിൻ്റെയും മഹബത്ത് പ്രകടനത്തിൻ്റെയും ഭാഗമായിട്ട് ലോകത്ത് നടക്കുന്ന മീലാദ് ആഘോഷങ്ങൾ, ഹിജ്റ ആഘോഷങ്ങൾ ഇന്ന് മറച്ചുവെക്കാൻ പറ്റാത്ത വിധം വ്യക്തമായിട്ടുള്ളതാണ്. ആധുനിക വിഷ്വൽ മീഡിയകളുടെയും മറ്റും സൗകര്യത്തോടുകൂടി ഇന്ന് ലോകത്തിനത് വളരെ വ്യക്തമായി നോക്കിക്കാണാൻ സാധിക്കുന്നുണ്ട്. അറബ് രാജ്യങ്ങളിലും മറ്റു മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും മുസ്ലിങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലും നബിദിനം ഒരു ഔദ്യോഗിക ഒഴിവു ദിവസമാണ്. മീലാദ് ഹലാവകളും മീലാദ് ടെൻറ്റുകളും മീലാദിനു വേണ്ടിയുള്ള വിളക്കുകളും നിറയെ ദീപാലങ്കൃതമായി അതിനെ വലിയ വരവേൽക്കുന്ന രാജ്യങ്ങൾ ഇന്ത്യയിൽ തന്നെ ഒട്ടുമിക്ക നഗരങ്ങളിലും നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ചൈനയിലും കിഴക്കൻ രാജ്യങ്ങളിൽ, മലേഷ്യ, സിംഗപ്പൂർ, ബ്രൂണൈ പോലുള്ള രാജ്യങ്ങളിലും, അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അമേരിക്കയിലും, എണ്ണി പറയുന്നതിൽ അർത്ഥമില്ല, ലോകത്ത് എല്ലാ രാജ്യങ്ങളിലും 95% മുസ്ലിങ്ങളും വളരെ താല്പര്യപൂർവ്വമാണ്
മീലാദിനെ വരവേൽക്കുന്നതും ആഘോഷിക്കുന്നതും. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധാനത്തിൽ എത്തിച്ചേർന്ന ഒരു പ്രതീതിയോടുകൂടിയാണ് യഥാർത്ഥത്തിൽ തിരുവേഷത്തിൻ്റെ സൂക്ഷിച്ചിരുന്ന സ്ഥലങ്ങളെയും അതേപ്രകാരം അതിൻ്റെ പ്രദർശന വേളയെയും ലോകത്ത് ജനങ്ങൾ കാണുന്നത്. തീർച്ചയായും കേരളത്തിൽ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന ഈ പുണ്യകേശം ഈ നാടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായി നാം കാണേണ്ടതുണ്ട്. അതിനർഹിക്കുന്ന ബഹുമാനത്തോടുകൂടി അതിനെ ആദരിക്കാനും അതിനനുയോജ്യമായ ഏറ്റവും നല്ല ഒരു ആസ്ഥാന കേന്ദ്രം ഉടനെ തന്നെ പണി കഴിക്കാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.